കൊച്ചിയിൽ മെട്രോ നിർമ്മാണത്തിനിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയതിൽ ജില്ലാ കളക്ടർ വിളിച്ച യോഗം ഇന്ന്. ജല അതോറിറ്റി അധികൃതരും KMRL ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ജലവിതരണം മുടങ്ങുന്ന സ്ഥലങ്ങളിൽ നേരിട്ട് വെള്ളം എത്തിക്കുമെന്നാണ് കളക്ടറുടെ ഉറപ്പ്. മുബഷീർ പി അക്ബർ നൽകും വിശദാംശങ്ങൾ. മുബഷീർ, വെള്ളം അത് കിട്ടാത്ത ആളുകളിലേക്ക് എത്രയും പെട്ടെന്ന് അത് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കളക്ടറുടെ ഉറപ്പാണ്. യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം? ഗുഡ് മോർണിംഗ് ശ്രുതി, റോഷ്നി. സാധാരണഗതിയിൽ കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നങ്ങളിലൊന്നാണ് ജലവിതരണം തടസ്സപ്പെടുന്നത്. വാട്ടർ അതോറിറ്റിയുടെ നിർമ്മാണം നടക്കുന്ന സമയത്താണ് ഇവിടെ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ജലവിതരണം കോർപ്പറേഷനിലെ വിവിധ ജനവാസ മേഖലകളിലേക്ക് തടസ്സപ്പെടാറുള്ളത്. കഴിഞ്ഞ ദിവസമാണ് മെട്രോ നിർമ്മാണത്തിനിടയിൽ സമാനമായിട്ടുള്ളൊരു പ്രശ്നം കൊച്ചിയുടെ കലൂർ, തമ്മനം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഉണ്ടായത്. ഈ മെട്രോ നിർമ്മാണത്തിനിടയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയായിരുന്നു ജലവിതരണം തടസ്സപ്പെട്ടത്. കലൂർ, പാലാരിവട്ടം, തമ്മനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഏകദേശം 1000-നടുത്തുള്ള വീടുകളിലേക്കുള്ള കുടിവെള്ളത്തിന്റെ വിതരണമാണ് അതുമൂലം തടസ്സപ്പെട്ടത്. അവിടെ വലിയ പ്രതിഷേധത്തിനാണ് ഇന്നലെ രാത്രി സാക്ഷ്യം വഹിച്ചത്. MLA ആയിട്ടുള്ള ഉമാ തോമസ്, KPCN സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധിക്കുന്നു. റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെയുണ്ടായി. ഏറ്റവും ഒടുവിൽ ജില്ലാ കളക്ടർ അവിടെ എത്തി ജനപ്രതിനിധികൾക്കും നാട്ടുകാർക്കും ജലവിതരണം കൃത്യസമയത്ത് തന്നെ നടക്കുമെന്ന് ഉറപ്പ് നൽകിയതിനു ശേഷമാണ് പ്രതിഷേധം അവർ അവസാനിപ്പിച്ചത്. ഇക്കാര്യത്തിൽ ഈ KMRL നേതൃത്വത്തിൽ ടാങ്കർ ലോറിയിലാണ് ജലവിതരണം തടസ്സപ്പെട്ട മേഖലകളിലേക്ക് ജലം എത്തിക്കുമെന്നൊരു ഉറപ്പ് ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്നു. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നുള്ളത് പലയിടങ്ങളിലേക്കുമുള്ള പാതകൾ ഈ പറയപ്പെടുന്ന ടാങ്കർ ലോറി കടന്നു പോകാൻ കഴിയാത്ത ചെറിയ റോഡുകളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മിക്കയിടങ്ങളിലേക്കും വെള്ളം എത്തിക്കുക എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ജനങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അവിടേക്കൊക്കെ തന്നെ മറ്റു വാഹനങ്ങളിലേക്ക് ജലം മാറ്റിയതിനു ശേഷം, ചെറിയ പിക്കപ്പുകളിലേക്ക് മാറ്റിയതിനു ശേഷം വീടുകളിലേക്ക് ജലം എത്തിക്കുമെന്നൊരു ഉറപ്പാണ് ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു ലീക്ക് പരിഹരിച്ചിട്ടുണ്ട്. മറ്റൊരു ലീക്കും അവിടെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതും ഇന്ന് വൈകിട്ടോടുകൂടി പൂർണ്ണമായിട്ടും പരിഹരിക്കും. ഇന്ന് വൈകിട്ടോടെ ജലവിതരണം പൂർണ്ണമായിട്ടും പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ജില്ലാ കളക്ടർ ഇന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഈ വിഷയം പരിഹരിക്കാൻ പാകത്തിലുള്ളൊരു യോഗം കളക്ടറേറ്റിൽ ചേരുന്നുണ്ട്. ഉമാ തോമസ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ യോഗത്തിൽ ഈ നിർദ്ദേശങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ശരി, ചർച്ചയാവട്ടെ. 1000-ഓളം വീടുകളിലേക്കുള്ള ജലവിതരണമാണ് മുടങ്ങിയത്. അതിലിപ്പോൾ യോഗത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.